സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്ക് പാക്കർ അരുണിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര ധൈര്യത്തിൽ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആ ഒരു യുവതിയാണ് ബാക്ക് പാക്കർ അരുണിമ. ആ യുവതിയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിവാദങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാവം അഭയം കൊടുത്തതിൻ്റെ പേരിൽ അയാളെ എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിൽ വെച്ചിട്ട് അപമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ചോദിച്ചിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് രാത്രികളിലൊക്കെ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള തിക്തമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ആൾക്കാർ പറയുന്നതാണ് ഇവരോട്, നിങ്ങൾ രാത്രി സഞ്ചരിക്കരുത്, അന്യദേശമാണ് എന്നൊക്കെ പറഞ്ഞാലും കണ്ടന്റിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാം, കണ്ടന്റിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള തരത്തിലാണ് അരുണിമയുടെ യാത്രകൾ മുഴുവൻ. നമുക്കൊക്കെ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകല് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥലത്തൂടെയൊക്കെ അരുണിമ ഒരു ഭയവും കൂടാതെ, അതായത് തനിക്ക് വേണ്ടത് കണ്ടന്റ് ആണ്, തനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് ആണ്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള തരത്തിലാണ്. ഏതായാലും ഇപ്പോഴേ ആള് തുർക്കിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. തുർക്കിയിൽ വെച്ചിട്ട് ഒരാൾ വളരെ മോശമായിട്ട്, അതായത് ഒരുപക്ഷെ മറ്റു ഒരു സ്ത്രീ ആണെങ്കിൽ പതറിപ്പോകും എന്നുള്ളതാണ്. അവിടെ വരെ പോലും വീഡിയോ എടുക്കാനുണ്ടായ ഒരു മനസ്സ്, അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ഏതായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. പോകുന്നതല്ല, ഇന്നലെ രാവിലെ ഞാൻ തുടങ്ങിയതാണ് ഈ ഒരു ഓട്ടം. ഇന്നലെ രാവിലെ 9 മണിക്ക് ഓക്കെ, എനിക്ക് സിഗരറ്റ് തരുന്നേ, അതെല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ എല്ലാവരും ഫുൾ ടൈം ഇങ്ങനെ സിഗരറ്റ് തരും. വാട്ട് ആർ യു ഡൂയിങ്? رفضها. What are you doing? What? Why? ഞാൻ ഈ ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അയാൾ ഓരോ വൃത്തികേടും കാണിച്ചിട്ട് എൻ്റെ അടുത്ത് ഓരോ വൃത്തികേടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങിയാൽ പോലും നോക്ക്, ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ്, അവിടെയാണ് ഞാനുള്ളത്. ഞാൻ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് കയറിയതാ, പക്ഷെ അയാൾ ഒരുമാതിരി വൃത്തികേടാണ് കാണിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്യൂൽ സ്റ്റേഷൻ കണ്ടപ്പോൾ തന്നെ ഞാനിവിടെ നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങിയേക്കാണ്. എന്താ, ഞാനിങ്ങനെ കുറച്ച് വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. എനിക്ക് വീഡിയോ എടുത്തപ്പോൾ ആൾ വീഡിയോ എടുക്കരുത് അങ്ങനെയെല്ലാം പറഞ്ഞു. എന്നിട്ട് അയാൾ എന്താ കാണിക്കുന്നത്, ഇവിടത്തെ ആൾക്കാരെന്തോ ഭയങ്കര എന്തോ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാന്ന് തോന്നുന്നു. എനിക്ക് അറിയുന്നില്ല എന്താ ഇത്ര പ്രശ്നമെന്ന്. ഞാൻ എന്നിട്ട് എൻ്റെ വേറെ ഫ്രണ്ട് ഉണ്ടല്ലോ, അന്ന് ടെൻറ്റിലല്ല താമസിച്ചേ, അപ്പോൾ ആളോട് ചോദിച്ചു ഞാനിങ്ങനെ. അപ്പോൾ ആളെന്നോട് അന്നേ പറഞ്ഞായിരുന്നു ടേക്ക് കെയർ ചെയ്യണം, ശ്രദ്ധിക്കണം, അങ്ങനെ എങ്ങനെയെന്നല്ലോ. ഇവിടെ എവിടെ വാഷ്റൂം പോകാൻ വേണ്ടി നോക്കാം. ഞാനിവിടെ ഒരു വാഷ്റൂമിൽ വന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ 15 ലിറ കൊടുത്തിട്ടാണ് വന്നത്. പക്ഷെ എന്നിട്ട് അപ്പോ അരുണിമയ്ക്കുണ്ടായ ഒരു തിക്തമായ അനുഭവമാണ്. അതായത് വളരെ മാന്യനാണെന്ന് കരുതിയിട്ട് ഒരു BMW കാറിൽ കയറിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവൻ ആദ്യം തന്നെ സിഗരറ്റ് വേണമെന്ന് ചോദിക്കുകയാണ്. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അവനൊരു മാന്യനല്ല, അവൻ മാന്യതയുടെ ഒരു മുഖംമൂടി മാത്രമാണ്. കാരണം ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരു അക്രമം അവർ പ്രതീക്ഷിച്ചതേയില്ല. അതായത് അവരുടെ മുന്നിൽ വെച്ചിട്ട് അയാൾ സ്വയംഭോഗം ചെയ്യുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ക്യാമറ പിടിക്കുമ്പോഴൊക്കെ അയാൾ കാണുന്നുണ്ട്, പിന്നീട് അത് പിടിക്കരുത് എന്ന് ഈ മനുഷ്യൻ പറയുന്നുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു ഇതിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും ഇറങ്ങണമായിരുന്നു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം പിന്നെ ധൈര്യം, അതുപോലെ തന്നെ കണ്ടന്റ്, ഇതൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഒരു വലിയ കണ്ടന്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് കയ്യിൽ പൈസ ഇല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ യാത്ര ചെയ്താൽ പോരെ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഇത്രത്തോളം ത്രില്ല് കിട്ടുമോ? അതാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. അതായത് ഇതാവുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ കാണാം, ഒരുപാട് പേരെ പരിചയപ്പെടാം, ഒരുപാട് പേരുടെ ജീവിതങ്ങൾ മനസ്സിലാക്കാം, ഇതുപോലെയുള്ള ഞരമ്പ് രോഗികളെ കാണാം,
ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യമല്ലേ? അതായത് ഇത്രയും വലിയ ഞരമ്പ് രോഗികൾ നമ്മുടെ ഇടയിലുണ്ട്. BMW കാറിലാണെങ്കിലും അവൻ മാന്യനല്ല, അവൻ ഞരമ്പ് രോഗിയാണ് എന്ന് കാണിച്ചു തരികയല്ലേ? പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ തന്നെ ആണുങ്ങൾ കൂടി രക്ഷയില്ല. അങ്ങനെയുള്ളൊരു സമയത്താണ് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. ഭയങ്കരമായിട്ടുള്ള അപകടം തന്നെയാണ്. അപകടമല്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം അതായത് വിജനമായ ഒരു സ്ഥലമാണ്. അവിടെ ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാലും ചിലപ്പോൾ വേറെ ആരും അറിയാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ വരെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ കുറച്ചെങ്കിലും സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിയാണ്, നമുക്ക് വേണ്ടത് കണ്ടന്റാണ്, നമുക്ക് വേണ്ടത് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ മാനസിക രോഗികൾക്ക് ഒരുപാടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ ഭയങ്കര സുരക്ഷിതമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെയും ഇതിലും സുരക്ഷിതമാണ് ഈ ആഫ്രിക്കൻ കൺട്രി എന്നുള്ളതാണ്. അതായത് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആഫ്രിക്കക്കാരുടെ കൂടെയൊക്കെ എന്ന് പറഞ്ഞ് യാത്ര ചെയ്യുമ്പോഴും വളരെയധികം മാന്യതയോട് കൂടിയിട്ട് അവർ പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വലിയ ഡീസൻ്റ് ആണെന്ന് കരുതുന്ന അല്ലെങ്കിൽ വലിയ കാറുകൾ, അതായത് സന്തോഷത്തോടുകൂടി പറയുന്നുണ്ട് എനിക്ക് BMW കാറാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ ഉള്ളപ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ ഞരമ്പായിരിക്കാം. ആ ഞരമ്പിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അതൊരു ഷോയാക്കി എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് ഇനിയിപ്പോൾ ഇവർ വീട്ടിലിരിക്കാനൊന്നും പോകുന്നില്ല. എല്ലാവരും പറയുന്ന പോലെ ഇവർ വീട്ടിലിരിക്കണം, എന്താണെന്ന് വെച്ചാൽ ഇവർ പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെയാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരാളുടെ ഇഷ്ടമാണ്. അതായത് അയാൾ എങ്ങനെ പോകണം, എവിടെ സഞ്ചരിക്കണം എന്നൊക്കെ പറയുന്ന ഓരോരാളുടെ ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു വിഷമപ്പെടുത്തുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിലേക്ക് കൊടുക്കുമ്പോഴേ കുറച്ചുകൂടി ഇത് കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതായത് അയാളുടെ കൂടെ ഒരു കാരണവശാലും യാത്ര ചെയ്യാൻ പാടില്ലായിരുന്നു. അത് തെറ്റ് തന്നെയാണ്. അയാളുടെ ആ ഒരു ആദ്യത്തെ ആ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ നമ്മൾ പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അയാൾ ശരിയല്ല. ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ അയാളുടെ ആ ഒരു മുഖഭാവവും പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഓവർ ഡീസൻ്റ് ആണ് എന്ന് കാണിക്കുന്നതും പിന്നെ കിസ് ചോദിക്കുന്നതും ഇങ്ങനെയൊക്കെ കാണുമ്പോഴും നമുക്കറിയാം. പിന്നെ ഇവരൊക്കെ വിചാരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിഫ്റ്റ് ചോദിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളാണ് എന്നുള്ള തരത്തിലും ഇവന്മാരൊക്കെ ആലോചിക്കുന്ന ടീമുകളുണ്ട്. അതായത് ഈ ലിഫ്റ്റ് ചോദിക്കുമ്പോഴേക്ക് കയ്യിൽ പൈസ ഇല്ലാതായിരിക്കാം, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നേടാം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന ചില ഞരമ്പ് രോഗികളുണ്ട്. അത് പറയാൻ കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പോലെയോ ഇന്ത്യയെ പോലെയോ ഒന്നുമല്ല. ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ക്രൂരന്മാർ തന്നെയാണ്. അതുകൊണ്ട് ഈ ജേണി ഒരു സേഫായിട്ടുള്ള ജേണിയാണെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അതുകൊണ്ട് പരമാവധി ഇങ്ങനെ വിജനമായ സ്ഥലത്തൂടെയൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് ഒരാൾ കാറിലുള്ളപ്പോഴേ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അരുണിമയുടെ കാര്യമാണ്. അരുണിമ കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തു വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യം ഇങ്ങനെ കാണിച്ചു തരുന്നത് മാത്രം നമുക്ക് വിശ്വസിക്കാം, അത്രേ നമുക്കറിയുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇയാൾ ഇനി എന്തെങ്കിലും ഇവർ തമ്മിൽ എന്തെങ്കിലും വാക്കേറ്റം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ പിന്നെ എന്താ പറയേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എന്താ പറയണ്ടേ ഇവർ ഇറങ്ങിപ്പോകുമ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. അവർ ക്യാമറയിൽ കാണിച്ചു തരുന്ന ഇതാണ്. അതിൻ്റെ അകത്ത് ആ മാന്യം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. ആൺവർഗത്തിന് മുഴുവൻ നാണക്കേടായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ അവിടെയുള്ള ഗവൺമെൻറ് ഇതൊന്നും ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് കേരളത്തിലോ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലോ ഇപ്പോഴും എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവനെ തൂക്കിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാകും. അവിടെ ആകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആരും ചെയ്തിട്ടുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുണിമയ്ക്ക് ഇതൊരു വലിയ കണ്ടന്റാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുന്നേയും അരുണിമ വിവാദത്തിൽ പെട്ടിട്ടുണ്ട്. അന്നും അരുണിമയ്ക്ക് അതൊരു കണ്ടന്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ തുറന്നു കാണിച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഒരിക്കലും മോശമാണെന്ന് പറയുന്നില്ല. പക്ഷേ അതിൻ്റെ അകത്ത് ചെന്ന് ചാടി കൊടുത്തതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ സഞ്ചരിക്കണമായിരുന്നോ? അവൻ്റെ സ്വഭാവം ഏകദേശം നമ്മൾ അറിയും. അതുപോലെ തന്നെ അവൻ്റെ വണ്ടിയിൽ വേറെ ആരും ഇല്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ഒരുപാട് വണ്ടികൾ വേറെയും വരാനുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടിയോട് ആ രാജ്യത്ത് പോകുമ്പോഴും കുറച്ച് ശ്രദ്ധിക്കണം, അവിടെയുള്ള ആൾക്കാർ ക്ലിയർ അല്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതുപോലും കേൾക്കാതെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റ് തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അതുകൊണ്ട് ഉചിതമായ തീരുമാനമെടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞരമ്പ് രോഗികളെ തുറന്നു കാണിച്ചതിന് അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം.